വണ്ടി വിടല സാറേ, ഞാൻ കയറിയിട്ടില്ല. ഇനിയിപ്പോ എവിടെ കയറിപ്പോ ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. സ്റ്റാർട്ടായിട്ട് കയറൂ. എന്നും സാറല്ലേ ഓടിക്കുന്നു, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി നേരത്തെ ഓ ഇപ്പഴെങ്ങാൻ സ്റ്റാർട്ടാവോ? ഇല്ല, എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോരുന്നു, ഇവിടെ തന്നെ ചുറ്റിയിടുന്നു. വണ്ടിയുടെ ട്രിഗാൽമെന്റ് പിടിച്ചിടും വലിച്ചു. ഒന്ന് ആഞ്ഞ് തള്ളു സാറേ. സാറിന്റെ തള്ളു എന്നെ കൊണ്ട് ഹോംവർക്കും ചെയ്യാൻ വയ്യ. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേർ പണിയായിരിക്കും. എന്ത് പണിയാ സാറിന് കൊടുത്തേ? പണി കൊടുക്കാനാടാ? എന്റെ കൈക്കിട്ടോമാരെ എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയ ചെന്നിക്കുത്ത്. ഇതുള്ളോണ്ടല്ലോ തനി ഓസിന് യാത്ര ചെയ്യുന്നത്. വണ്ടീന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ടൊന്ന് പറഞ്ഞേരാ, പലതും തീരും. ഞാൻ നീക്കിട്ടല്ലാതെ വണ്ടികളെ തള്ളടോ. തള്ളുകാരൻ എന്നാൾ ഓസടിച്ചല്ലേ കുറച്ചേരം പണിയെടുത്ത്. വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരുന്നാ തോന്നണേ. ഇന്നലെ റോണി സാറിന് കൊടുത്ത പണി അടിപൊളി. ആദ്യമായിട്ട് ഈ മണ്ടനൊരു നല്ല കാര്യം ചെയ്തല്ലേ. സാധാരണ ഇങ്ങനെ നല്ല കാര്യം ഒന്നും ചെയ്യാറില്ലടാ. താങ്ക്സ് രാമത്തെ. പുതിയ കളികൾ കാണാനും കാണിച്ചു പഠിപ്പിക്കാനും ഇതായി വന്നിരിക്കുന്നത്. ഇതെന്താ ചേട്ടാ, വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരോട് തന്തമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ? അവർക്ക് ബൈക്കറി ഇടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്നാ ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാടും ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ. ഇതാ പറയുന്നത്, മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പണിപ്പുര. അല്ല, അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. ഒരല്പം പഞ്ചാരയാ. റോണി സാറ് പഞ്ചാരയും പിള്ളേരവർക്ക് പാരയും. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് വരാം. പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്കെ കൊണ്ടടിക്കണം എന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അവര് ബുദ്ധിമാന്മാരാ. അടിയെല്ലാം താൻ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോഴേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തതെന്ന് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോൾ അവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സാപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യല്ലേ സാറേ? വല്ലവരുടെയും കുടുംബം കലക്കുന്നാടോ നല്ല കാര്യം? അർദ്ധരാത്രിയിലാണ് വാട്സാപ്പ് ചെയ്തത്. അതും 5 ഡിഫറെന്റ് ഫോണിൽ നിന്നും. സ്കൂളിന്റെ പേര് നാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോ പറയാണ്, സമൂഹത്തിന്റെ അടിത്തറയല്ലേ കുടുംബം, ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിന്റെ അടിത്തറ, അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ, നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഇല്ലേ സാറേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയാ മറുപടി.
മൗനമാണ് സാറേ നല്ലത്. ആ എന്തായാലും താൻ ചെല്ലേ, താനൊന്ന് സൂക്ഷിച്ചോ. ആട്ടം ബോംബാവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബി ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ. ശരിക്കും വേണം. അതെ, കണ്ടാ പറയില്ല കേട്ടോ. കണ്ടാ പറയത്തില്ല, കൊണ്ടാലേ പറയൂ. കുഞ്ഞച്ചനാണോ? കുഞ്ഞച്ചനോ? ഞാൻ കുഞ്ഞച്ചനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വഴിപോക്കനാണ്, വഴി തെറ്റി വന്നത്. ഇവിടെ തെറ്റാൻ വഴിയൊന്നുമില്ലല്ലോ. എടാ, ഞാൻ അന്യഗ്രഹ ജീവിയോ വല്ലോ ആണോ? ഇവറ്റകളൊന്നും മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. എന്താ പ്രശ്നം? ഓ, കുഞ്ഞച്ചനാണോ കുഞ്ഞിന്റെ അച്ഛനാണോ എന്നും ചോദിച്ചു ഈ പിള്ളേരെല്ലാം കൂടെ എന്റെ പുറകെ. അങ്ങനെ ഒരു പരിഗണന അങ്കിൾക്ക് കിട്ടിയെങ്കിൽ അതിൽ അഭിമാനിക്കല്ല വേണ്ടത്. അഭിമാനമൊക്കെ എനിക്ക് അകത്തുനിന്ന് നേരത്തെ കിട്ടി. അങ്കിള് ഒരു പിതാവിന്റെ ജന്മം സഫലമാവണത് എപ്പോഴാന്ന് അറിയോ? അത് അവരുടെ മക്കൾ പേരെടുക്കുമ്പോൾ. അതെ അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യവാനാണ്. അയ്യോ, നിന്റെയൊക്കെ നാട്ടിലായിരുന്ന പണ്ട് കാക്ക കൊണ്ടുപോയി. അത് തന്നെ. A weight hanger is attached to the lower end of the spring. The spring is brought to the elastic mode by loading at the... ഇവന്മാരെന്റെ വണ്ടിക്കിട്ട് പണി വന്നു. ചോദിക്കട്ടെ, ചോയ്ക്ക്. എന്റെ വണ്ടിയുടെ പ്ലഗ് സ്ഥിരമായിട്ട് അഴിച്ചു മാറ്റുന്ന ആരാന്ന് എനിക്കറിയാം. തെളിവ് സഹിതം എന്റെ കയ്യിൽ കിട്ടും. അപ്പൊ ഞാൻ പൊക്കിക്കോളാം. കോപ്പ് പിന്നെ പണി കൊടുക്കണം. ടീച്ചർക്ക് ഇന്നും പപ്സ് തന്നെയല്ലേ വേണ്ടത്? മതി. ഓ, റോണി സാറിനൊന്നും വേണ്ട. ഒന്ന് പോടൂ. ഓ, ശരി, കാണാം. അപ്പൊ പറഞ്ഞു. കഴിഞ്ഞ ഇന്റേണൽ എക്സാമിന് തോറ്റവരൊക്കെ ഒന്ന് എഴുന്നേറ്റേ. നാളത്തെ എക്സാമിന് തോക്കണവരെ മോഡൽ എക്സാം എഴുതിപ്പിക്കേണ്ടെന്നാണ് പ്രിൻസിപ്പളുടെ തീരുമാനം. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാണ്ട് നാളത്തെ പരീക്ഷ മുടക്കാനുള്ള വല്ല പരിപാടി നോക്കി. എനിക്കെന്തായാലും കളി കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. എടാ, ഇതൊക്കെ റോൺ സാർ വെച്ച പണിയാ. പുള്ളിക്കാരന്റെ പ്രാന്തറ. അല്ല, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഐഡിയ ഒപ്പിക്ക്. ഇത് തന്നെയല്ലേ ഞാനും പറയണത്. മൗനം വിദ്വാന് ഭൂഷണാണ് പണ്ടാറിന്റെ. ഓ, എന്റെ പൊന്നു കുഞ്ഞാ, നീ ഇങ്ങനെ കടിച്ചപ്പെടുത്ത വാക്കൊന്നും പറയണ്ട. നീ നിന്റേതായിട്ടുള്ള ഐഡിയയില് നിനക്ക് പറ്റും, നിനക്കേ പറ്റൂ. പറ. സോപ്രാനും നോക്കണ്ട, ക്രിക്കറ്റ് കളി നിങ്ങളുണ്ടോ? സംഭവം ഞാൻ സത്യാണോ? മരപ്പെട്ടി നിന്റെ തന്ത. നീ ആരാടാ? അവന്റെ കുറെ തലതെറിച്ച കൂട്ടുകാര്. മോൻ TV കണ്ടത് മതി, പോയിരുന്ന് പഠിച്ചേ. ചെല്ലേ. എന്താ മനുഷ്യ, എന്താ? തളർന്നു. ഇന്നലെ ടീച്ചർ ഓൺലൈൻ പറഞ്ഞ ഞാൻ എത്ര നേരം നോക്കി. തിരക്കിലായിരുന്നോ? പിന്നെ തിരക്കും. നമ്മുടെ ചാറ്റ് ഹസ്ബൻഡ് അറിയാവുന്നത് പേടിയുണ്ടല്ലേ? പേടിയോ? എനിക്കോ? എനിക്കാരും പേടിയില്ല. പിന്നെ അല്ല, സാർ ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? ആ, എന്റെ ഭാര്യ, അവളെ കാണുന്നതിന് പേടിയാ. പിന്നെ ടീച്ചർക്ക് ആരും പേടിയില്ല. എന്തിനു പേടിക്കണം? എനിക്കിപ്പോ ആകെ പേടിയുള്ളത് തവളേനെയാ. തവളെ? നല്ല ഉപമ. എന്താ ഒരു ബഹളം? വേഗം വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല. സ്കൂൾ വിട്ട് വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്കുന്നതാണ്. എന്തോ കുസൃതി ഒപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ. സ്കൂളിൽ പോയി തിരക്കിയാൽ അറിയാം അവന്റെ തനി കോണ. അവൻ എന്തോ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങാൻ നോക്കാം.
നീയാണ് അവനെ വഷളാക്കുന്നത്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് വേദന കൂടുന്നത്. പെടലി എന്താ ഇത്? നാട്ടുകാർ സമ്മാനോ അതോ വീട്ടുകാർ സമ്മാനോ? താലിക്കുള്ള പടം ഞാൻ തരാം. ഒന്നുമില്ല, ഞാൻ എങ്ങാനും കേട്ട പിന്നെ പടം വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും. നീ കോഞ്ചറിങ് കണ്ട? ഇല്ല, കാണണ്ടേ? ഇംഗ്ലീഷോട് അടിപൊളി പടം. എനിക്ക് ഇംഗ്ലീഷ് പടം ഇഷ്ടമല്ലേ? ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോടും. എന്തുടാ? എടാ സമയത്രടാ? ഉച്ചര എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? ആളെ പട്ടി കഴുത്തിലൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അല്ലേ? എന്ത് പറ്റി പറ്റി? എന്ത് പറ്റി കുഞ്ഞാ? പ്ലാൻ എന്താടാ? പാർട്ട് തന്ന കാരണം പ്ലാൻ എല്ലാം പാളിടാ. പൊട്ടി പാളി സാർ. എന്ത് പറ്റി? പ്ലാൻ പൊളിഞ്ഞോ? എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ, നിനക്ക് ശരിക്കും അതോ ഓവറാക്ടിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോക്കട്ടെ. എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആയി പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാനെങ്കിൽ പറ. പറടാ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ടോട്ടു ഒരാശ. ഇത് നീ തന്നെ വെച്ചോ. ഉപകാരം അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ട് അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നു. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരെവിടെ നിന്ന്. വരുന്നുണ്ട്. പപ്സ് എടുക്കുന്നു. അയാൾ ഉണ്ട്. എന്താ കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടാ. നീയല്ലേ കൊളാക്കോ? അറിയാൻ പറല. ഇത് ചായ കാപ്പിയാ? അല്ലടാ, ചാപ്പി. ചാപ്പിയാ? നമുക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല. നമുക്ക് വേറെ ലെവലാണ്. മതി മതി, നിന്റെ പീസ് വിടാനുള്ള പരിപാടിയാണല്ലേ? നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ? ആ, അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 ഉണ്ട്. അതിന് മുമ്പ് നിനക്ക് കല്യാണം കഴിച്ചോ? ഫ്രഷാ ആണോ? അല്ലേ? എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം. പ്ലാൻ ബി പണ്ടം വരെ പുറത്തു ചാടും. പ്ലാൻ ബി പ്ലാൻ ബാലസുത. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. ഇത്
ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ. ആണെന്ന് തോന്നണം. ഒരു കടിക്ക് രണ്ട് പക്ഷി.